അടുക്കളയിൽ വെച്ചെങ്കിലും എന്തെങ്കിലും ഒപ്പിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അശോക്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രാത്രി ആവട്ടെ എന്ന്. അതിരിക്കട്ടെ, വേറൊന്നും അറിയില്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്താണ് അറിയാത്ത? പറഞ്ഞാ നീ എന്നെ തെറ്റിദ്ധരിക്കൊന്നുമില്ലല്ലോ അല്ലേ? ചുമ്മാ പറ. നീ ഡേറ്റിംഗിന് വിളിച്ചു, ഞാൻ വന്നു. പക്ഷേ അതിനെപ്പറ്റി എനിക്ക് കൂടുതലൊന്നും അറിയില്ല. നീ എന്തി പറയുന്നേ? അതെ, ആ സബ്ജക്റ്റില് എക്സാം വെക്കാണെങ്കിൽ ഞാൻ ശരിക്കും തോറ്റു പോകും. വെറുതെ കള്ളം പറയല്ലേ. ഞാനും 10th 12th കോളേജൊക്കെ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ നിന്റെ കാര്യം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ വീട്ടില് ഭയങ്കര സ്ട്രിക്റ്റാ. പയ്യന്മാരോടൊന്ന് സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. ഞാൻ എപ്പോഴും സുജിയായിട്ടാ കറങ്ങുന്നേ. ഞാനും അവളും അത്രയ്ക്ക് ക്ലോസാ. ഓ, അവളാണോ നീ? പറഞ്ഞില്ലല്ലോ. ഏയ്, ഐ കിൽ യു. ഓ, എന്നെ കൊല്ലുവോ തിന്നുവോ എന്ത് വേണേലും നിനക്ക് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു കിസ്സെങ്കിലും തന്നൂടെ? ഏയ്, എപ്പോഴും നിനക്ക് ഈ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. വാട്ട് യു മീൻ ബൈ എപ്പോ നോക്കിയാലും? സ്വീറ്റ് ആയിട്ട് നമ്മൾ ഡേറ്റിംഗിന് വന്നതാ. ഡേറ്റിംഗിൽ ഒരു കിസ് പോലും കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് ഡേറ്റിംഗ്? ശരി, നീ പറയുന്നതും ശരിയാണ്. ഓഫ് കോഴ്സ്. ശരി. നമ്മുടെ രണ്ടുപേരുടെ ആദ്യത്തെ കിസ് ചെയ്ത് ലെറ്റ്സ് മേക്ക് ഇറ്റ് എ മെമ്മറബിൾ വൺ. ഈ കിസ് ഞാൻ നിന്റെ ലിപ്പിൽ തന്നോട്ടെ. You want kiss or not? I want. ശരി. Okay. ശരി, come on. വാ. ഒരേ ഒരു ഉമ്മ. ശരി, പോ. ഈ വാച്ച്മാൻ ഒരു പണിയില്ല മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. നമുക്ക് കുറച്ച് പ്രൈവസി കിട്ടാൻ വേണ്ടിയിട്ട് അയാൾക്ക് കാശും കൊടുത്ത് ഫാമിലിയോടൊപ്പം എൻജോയ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് താക്കോല് മറന്ന് അത് മറന്ന് ഇത് മറന്ന് വരുമോ ഏട്ടാ? ഇതെന്തത്? മോനെ, വാച്ച്മാൻ ഇല്ലേ? ഇല്ല, ഇന്ന് അദ്ദേഹം ലീവാ. ഓ, അത് ശരി. നീ വാച്ച്മാന്റെ മോനായിരുന്നോ? ഹലോ, ഞങ്ങളുടെ ഗസ്റ്റാ. അയ്യോ, ഒന്നും വിചാരിക്കില്ല മോനെ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ. വാച്ച്മാൻ വാഴപ്പിണ്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് കൊടുത്തേക്കേ. അയാൾ നാളെ വരുമല്ലോ, നിങ്ങൾക്കും പോയിട്ട് നാളെ കൊണ്ടുവന്നാ പോരെ? മോനെ, എന്റെ വീട് ഒരുപാട് ദൂരെയാണ്. ഫ്രിഡ്ജിൽ വെച്ചിരുന്നാ മതി, ഞാൻ വാച്ച്മാനോട് പറഞ്ഞേക്കാം. ശരി, തന്നേക്ക്, ഞാൻ കൊടുത്തേക്കാം. ചേച്ചി പോക്കോ. മോനെ, നിങ്ങൾ 2 വാഴപ്പിണ്ടി വാങ്ങിച്ചോ, കിഡ്നിക്ക് നല്ലതാ. ചേച്ചി, ഞാനിപ്പോ വാഴത്തണ്ട് കഴിക്കാൻ പറ്റുന്ന മൂഡിലേ അല്ല നിക്കുന്നത്. ദൈവത്തോർത്തൊന്ന് പോ ചേച്ചി. വാഴപ്പിണ്ടി വാങ്ങിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ദാ നല്ല ചീരയുണ്ട്, തോരൻ വെച്ച് കഴിക്കുന്നേ കണ്ണിന് വളരെ നല്ലതാ. മോളോടൊന്ന് ചോദിച്ചു നോക്ക്. അതെ അശോക്, ചീര കണ്ണിന് വളരെ നല്ലതാണെന്ന് അമ്മ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. വേണമെങ്കിൽ കുറച്ച് ചീര വാങ്ങിക്കോ, നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. പക്ഷേ നീയും തുടങ്ങിയ ചേച്ചി, എന്റെ കാഴ്ചശക്തിക്ക് എനിക്ക് ഒരു കുഴപ്പമില്ല. ദൈവത്തോർത്തൊന്ന് പോയിത്താ. ഞാനത് ഓർത്തില്ല. നിങ്ങൾ ചെറുപ്പമല്ലേ, നല്ല സന്തോഷത്തോടെ ഇരിക്കാൻ വന്നതായിരിക്കും. വേണമെങ്കിൽ മുരിങ്ങക്കോല് വാങ്ങിച്ചോ, ശരീരത്തിന് നല്ലതാ. അമ്മേ, എന്റെ ദേവി, ചെല്ല്. എന്നാ ശരി, ആ വാഴപ്പിണ്ടെങ്കിലും ആ വാച്ച്മാൻ ഒന്ന് ഞാൻ കറി വെച്ച് കൊടുത്തോളാം. പ്ലീസ് ചെല്ല്. അതങ്ങ് ലോക്കി. വാച്ച്മാനും വാഴപ്പിണ്ടിയും. ഞാൻ നിന്നോട് അപ്പോഴേ പറഞ്ഞല്ലേ എല്ലാം രാത്രി നോക്കാന്ന്. നീ ഞാൻ പറയുന്ന ഒന്നും കേക്കില്ല. അത് വിട്, തലവേദനയെന്നല്ലേ പറഞ്ഞേ. ഞാൻ കോഫി ഉണ്ടാക്കി കൊണ്ടുവരാം. ഓക്കെ, വെയിറ്റ് ചെയ്. താങ്ക് യു. നല്ല ക്വൈറ്റ് ആൻഡ് ലവ്ലി സൈറ്റ് അല്ലേ? വെൽ, എനിക്കിപ്പോ എന്തൊക്കെയോ തോന്നുന്നു. ശരി, അതല്ല പിന്നെ നോക്കാം. ഇപ്പൊ കാപ്പി കുടിക്കേ.